എൻ്റെ പേര് അഖില. ഞാൻ കൊല്ലം ജില്ലയെ കൊട്ടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 5/11/2023 ഉടമ്പടി എടുക്കാൻ വന്ന കാരണം എൻ്റെ അമ്മയ്ക്ക് 40 വർഷമായിട്ട് തീരാത്തൊരു തലവേദന ഉണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും മരുന്നുകൾ കഴിച്ചിട്ടും ഒന്നും മാറുന്നുണ്ടില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റിയും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെ പറ്റിയും അറിയാനിടയായത്. ഞാൻ ഇവിടെ വന്നു, ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചു. വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ പുരട്ടി അമ്മയ്ക്ക് കൊടുത്തതിൻ്റെ ഫലമായി അമ്മയുടെ തലവേദന മാറി കിട്ടി. പിന്നെ എനിക്ക് ഒരുപാട് വിശ്വാസമായി. അമ്മ മാതാവിൻ്റെ ഓരോരോ അത്ഭുതങ്ങൾ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുവരെ മാറില്ല എന്ന് കരുതിയ തലവേദനയാണ് എൻ്റെ അമ്മയ്ക്ക് മാറി കിട്ടിയത്. പിന്നെ ഞാൻ രണ്ടാമതായി ഉടമ്പടിയിൽ നിയോഗം വെച്ചത്, ഞങ്ങൾ 11 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. സ്വന്തമായൊരു വീടെന്നൊരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക്. മേടിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം ഞങ്ങൾക്ക് പറ്റുമെന്നോ ഒന്നും കരുതിയതല്ല. അമ്മ മാതാവിനോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, മാതാവേ എനിക്ക് 2 കൊല്ലത്തിനകം എവിടെയെങ്കിലും ഒരു 2 സെൻറ്റ് വസ്തു എനിക്ക് മേടിക്കാൻ പറ്റും, ഒരു ഷെഡെങ്കിലും ഞാൻ എടുത്ത് താമസിച്ചോളാം എന്ന് വിചാരിച്ചതാണ്. അമ്മ മാതാവ് എനിക്ക് 2 കൊല്ലമൊന്നും സമയം തന്നില്ല. ഞാനിവിടെ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം, അതായത് 18/12/2023 എനിക്ക് 3 സെൻറ്റ് വസ്തുവും അതിലൊരു ചെറിയ വീടും നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അത് ഞാനൊരു 1000 നന്ദി അമ്മ മാതാവിനോടും ഉണ്ണിയേശോടും പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ 5 വർഷമായിട്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുകയായിരുന്നു. അത് തൈറോയിഡ് മാത്രമല്ലായിരുന്നു, ഒരു 4-5 മാസം അടുപ്പിച്ച് എനിക്ക് പീരീഡ് ആവത്തോളായിരുന്നു. അതൊരു വല്ലാത്ത പ്രശ്നമായിരുന്നു. അങ്ങനെ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഇന്നടക്കൊരു പ്രശ്നം എനിക്കുണ്ട്, എനിക്കത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി തരണമെന്ന് പറഞ്ഞു. അമ്മ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പും തൈലവും വയറ്റിൽ പുരട്ടി അച്ഛൻ്റെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ എനിക്ക് കേൾക്കാൻ തുടങ്ങി. അന്നേരം എനിക്ക് ആ മാസം തന്നെ എനിക്ക് പീരീഡ് കറക്റ്റായി മാറി. പിന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ അമ്മ മാതാവിനോട് ഇങ്ങനെ ആവശ്യപ്പെടാൻ തുടങ്ങി. മാതാവേ, പിന്നെ 2 വർഷം കൂടുതലായി എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അത് ബ്ലഡ് പൊട്ടി, നരമ്പ് പൊട്ടിയെങ്കിൽ ബ്ലീഡിങ് ഫുള്ളായി. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എത്രയും പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കിങ്ങനെ വെരിക്കോസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, കാലിയടപ്പും വേദനയും ഒക്കെ ആയിരുന്നു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ഞാൻ എൻ്റെ കാലിൽ പുരട്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയത്തില്ല. അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ കയ്യിൽ കൊച്ചു ബൈബിൾ ഉണ്ടായിരുന്നു, അതൊക്കെ പ്രാർത്ഥിക്കുകയും വചനങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കാലിൽ വെരിക്കോസ് മാറി. എങ്ങനെ അപ്രത്യക്ഷമായെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു 19 കൊല്ലമായി എൻ്റെ ഇടത് നെഞ്ചിൽ ഒരു വീക്കം പോലെ. അങ്ങനെ പല ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ പറഞ്ഞു ഹോർമോൺ ചേഞ്ചസ് ആണ്, പേടിക്കേണ്ട. പക്ഷേ ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് ഇത്രയും പറഞ്ഞു, മാതാവേ എനിക്കത് മാറ്റി തരണം എത്രയും പെട്ടെന്ന് തന്നെ. മാതാവിൻ്റെ ഉപ്പും തൈലവും ഒക്കെ ഞാൻ പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി എനിക്കത് പൂർണ്ണമായും മാറി കിട്ടി. ഞാനിന്ന് വളരെയധികം സന്തോഷവതിയാണ്. കാരണം അമ്മ മാതാവ് ഇത്രയും എന്നെ ഉയർത്തി നിർത്തുന്നതിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രാർത്ഥന പോലും അമ്മ മാതാവ് കേൾക്കാതെ പോയിട്ടില്ല. എനിക്കതുകൊണ്ട് ഒത്തിരി വിശ്വാസമാണ്. ഞാൻ അമ്മ മാതാവിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ്. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് പാവങ്ങളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്നൊക്കെ മേടിക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ ഓരോരോ ഡ്രസ്സിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എന്നാലാവുന്ന വിധത്തിലുള്ള പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ നാട്ടിലും പുറത്തുള്ള നാട്ടിലും ഒക്കെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. എന്നാലാവുന്ന വിധമെല്ലാം ഞാൻ ഓരോന്നും ചെയ്യുന്നുണ്ട്.